ഇതാണ് കേരളത്തിൻ്റെ സ്വന്തം സ്കൂട്ടർ വിജയ് സൂപ്പർ. ഇപ്പോഴാണെങ്കിൽ കെ സ്കൂട്ടർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാമായിരുന്നു. ആലപ്പുഴ നഗരത്തിലുള്ള റൂബിൻ തോമസ് ആണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹം വിദേശത്താണ്. മറ്റാർക്കും അദ്ദേഹം ഈ വണ്ടി ഓടിക്കാനൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ അത്ര റണ്ണിങ് കണ്ടീഷനിലല്ല. അദ്ദേഹം ഒരു 2 മാസം മുമ്പ് വിദേശത്ത് പോയതുകൊണ്ട് ആരും ഓടിക്കാത്തതുകൊണ്ട് അത്ര ഒരു റണ്ണിങ് കണ്ടീഷനിലല്ല ഉള്ളത്. പക്ഷേ ഈ വണ്ടി നിർമ്മിച്ച കുറച്ചധികം ആളുകൾ എന്നോടൊപ്പം ഉണ്ട്. ഇതിൻ്റെ വിശേഷങ്ങൾ അവർ പറയും. എന്തൊക്കെയായിരുന്നു ചേട്ടാ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത? ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഞ്ചൻ സെൻട്രലൈസ് ഇഞ്ചനാണ്. പല സ്കൂട്ടറിൻ്റെയും ഇഞ്ചൻ ഒരു സൈഡിലോട്ട് വണ്ടിക്ക് വലിവുണ്ടാവും. പക്ഷേ ഈ സ്കൂട്ടറിനെ സംബന്ധിച്ച് സെൻട്രലൈസ് ആയതുകൊണ്ട് ഒരിക്കലും ചരിഞ്ഞ് അപകടം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു സ്കൂട്ടറാണ്. പിന്നെ ഏറ്റവും ഒതുങ്ങിയ സ്കൂട്ടർ. അന്ന് ഇറങ്ങിയിരുന്ന സ്കൂട്ടറിനൊക്കെ കിട്ടുന്നതിനേക്കാൾ കിലോമീറ്റർ കൂടുതൽ കൺസംഷൻ ഇതിന് കിട്ടുമായിരുന്നു. 1 ലിറ്റർ പെട്രോളിന് ഏതാണ്ട് 45 കിലോമീറ്റർ വരെ ഇത് ഓടുമായിരുന്നു. നമ്മളിത് പൂർണ്ണമായും കേരളത്തെ പണിയുകയായിരുന്നു, അതോ ഓരോ പാർട്സ് വന്ന് നമ്മളിത് അസംബിൾ ചെയ്യുമായിരുന്നു? ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ലക്നൌവിലെ സ്കൂട്ടേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം. ആ സ്ഥാപനത്തിൽ നിന്ന് ഇതിൻ്റെ മെയിനായിട്ട് വന്നിരുന്നത് പവർ പാക്ക്, എൻജിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആണ് ഇങ്ങോട്ട് വന്നിരുന്നത്. എൻജിൻ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് കഴിച്ചുള്ള ബാക്കി സാധനങ്ങളെല്ലാം പ്രീ ഫാബ്രിക്കേഷൻ എല്ലാം അതിൻ്റെ ചേസിസ്, മെറ്റൽ ഷീറ്റ് മെറ്റൽ ആയിട്ടുള്ള മറ്റു ഭാഗങ്ങൾ പെയിൻറ്റിങ്, ഫാബ്രിക്കേഷൻ അങ്ങനെയൊക്കെ ആണ് ഇവിടെ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ചേട്ടാ, അന്ന് ഈ സ്കൂട്ടർ ഇറങ്ങുമ്പോൾ എത്രയായിരുന്നു ഇതിൻ്റെ വില? 3500 രൂപ. 3500 രൂപ ആദ്യം ഇറക്കിയ 24 സ്കൂട്ടർ നമ്മളെ കമ്പനിയിലുള്ള സ്റ്റാഫിന് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ കൊടുത്തു. അന്ന് ഒരു മാസത്തെ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് 85 രൂപയാണ്. ആ 85 രൂപ വ്യവസ്ഥയിൽ ഇൻസ്റ്റാൾമെൻ്റായിട്ട് അതിൻ്റെ അകത്തുള്ള എംപ്ലോയീസിന് കൊടുക്കുകയും അത് ആ മേടിച്ച സ്കൂട്ടറെല്ലാം വളരെ ഭംഗിയായിട്ടും കൃത്യമായിട്ട് ഓടുകയും ഒക്കെ ചെയ്തപ്പം ഇതിൻ്റെ ഓർഡർ കൂടി വന്ന് അങ്ങനെ നമ്മൾ ഒരു മാസം 10ഉം 300ഉം സ്കൂട്ടർ ഉണ്ടാക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. ഇവിടെയായിരുന്നു സ്കൂട്ടേഴ്സ് കേരള. അതായത് വിജയ് സൂപ്പർ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പോഴിത് പുന്നപ്ര സഹകരണ എഞ്ചിനീയറിംഗ് കോളേജാണ്. കമ്പനിയുടേതായി അവശേഷിക്കുന്നത് ഈ ശിലാഫലകം മാത്രമാണ്. കൂടി വിജയ് സൂപ്പറിൻ്റെ നിർമ്മാണം പൂർണ്ണമായും നിലച്ചു. അതിനുശേഷം 2003 ഒക്ടോബർ 15-ാം തീയതി വരെ ഷീറ്റ് മെറ്റൽ പ്രോജക്റ്റായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഹോസ്പിറ്റലിൻ്റെ എക്യുപ്മെൻറ്റ്സ്, ബാൾമർ ലോറീസിൻ്റെ കണ്ടെയ്നർ, അതുപോലെ KSRTCയുടെ ബോഡി ബിൽഡിംഗ്, ഇങ്ങനെ തുടങ്ങിയ ഷീറ്റ് മെറ്റൽ പ്രോജക്റ്റാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പോലെ ഉദാരമായ വ്യവസായ നയം പണ്ടുണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥാപനങ്ങളൊന്നും പൂട്ടിപ്പോകില്ലായിരുന്നു. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.